പോളിംഗ് കണക്ക് വൈകുന്നതിൽ അസ്വാഭാവികതയുണ്ട് എന്നതിന് ഒരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും വിശ്വസനീയവുമാവണം എന്ന്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ അല്ലെങ്കിൽ സത്യസന്ധമാകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ട് എന്ന് നമുക്ക് സംശയമുണ്ട്. നമുക്കറിയാം, വോട്ടർ പട്ടിക പരിഷ്കരണം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ SIR വന്നു, പൗരത്വത്തിന്റെ പ്രശ്നം വന്നു, ഒക്കെ വന്നു. വോട്ടർ പട്ടികയിൽ തന്നെ എന്തെല്ലാം തെറ്റുകൾ, അബദ്ധങ്ങളല്ല ബോധപൂർവം വരുത്തുന്ന തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഇപ്പോൾ ബാംഗ്ലൂരെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും മറ്റു പല സ്ഥലങ്ങളിലെയും വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള ഇരട്ടിപ്പടക്കമുള്ള പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറാണ്, AI ആണ്, ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാണ്, കമ്പ്യൂട്ടറിന്റെ ഹബ്ബാണ്, എല്ലാം നമ്മൾ പറയും. പക്ഷെ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് തടയാൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തത്? 23 ഒരു പേരിൽ 23 ഇടത്ത് വോട്ടുണ്ടാവുക ഒരാൾക്ക്. ഇനി ഈ രാജ്യത്ത് അത് നടക്കുമോ? എനിക്ക് 2 ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയാൽ തെറ്റല്ലേ? അത് കണ്ടുപിടിക്കാൻ സംവിധാനം വേണ്ടേ? എല്ലാം നെറ്റ്വർക്കഡ് അല്ലേ? നിങ്ങളുടെ മറ്റേ ബയോമെട്രിക് ഡാറ്റ പോലും നെറ്റ്വർക്കഡായ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് വോട്ടർ പട്ടിക, ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേട് വരുന്നത് എന്ന ചോദ്യത്തിന് ഇന്ന് വരെ മറുപടിയില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി ചോദിക്കുക, ഇവിടെ പോയി ചോദിക്കുക. അപ്പോൾ അതിൽ ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ SIR നടപ്പാക്കിയപ്പോഴുണ്ടായ പ്രശ്നം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് SIR ഉപയോഗിച്ച് പരമാവധി ആളുകളുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം വന്നിട്ടുണ്ട്. ആസാമിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് വോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ആസാമിൽ ഒരു ഘട്ടത്തിൽ പൗരത്വവും SIR വന്നതോടുകൂടി അവിടുത്തെ BJP-കാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം ഇങ്ങനെ വരികയാണ്. ഇപ്പൊ വോട്ട് ഇരട്ടിപ്പ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ഈ തെറ്റുകൾ, കടന്നുകൂടലുകൾ, മരിച്ചാൾ ഉണ്ടാവുക, ജീവിച്ചിരിക്കുന്ന ആൾ വോട്ടില്ലാതെ വരിക, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് മുഴുവൻ നമ്മുടെ സോഫ്റ്റ് നെറ്റിലുണ്ട്. ഇത് മുഴുവൻ സോഫ്റ്റ് കോപ്പിയുണ്ട്. ഒരു ഡാറ്റ അടിച്ചു കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് വരാവുന്നതാണ്. ആധാർ കാർഡ് ലിങ്ക്ഡ് ആണെങ്കിൽ ആധാർ കാർഡിന്റെ വിവരം വരും. വോട്ടർ ID കാർഡ് ലിങ്ക്ഡ് ആണെങ്കിൽ വോട്ടർ IDയുടെ വിവരം വരും. എന്തേ ചെയ്യാത്തത് എന്നതൊരു ചോദ്യം. രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ വോട്ടിന്റെ എണ്ണമാണ്. എത്ര കാലം കഴിഞ്ഞാലും കൃത്യം എത്ര വോട്ട് ചെയ്തൊന്നും വരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തതിനേക്കാൾ 5 ലക്ഷം വോട്ട് കൂടുതൽ എണ്ണി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചെയ്ത വോട്ടിനേക്കാൾ 5 ലക്ഷം വോട്ട് എങ്ങനെയാണ് കൂടുതൽ എണ്ണ? ഒരു ആവലാതി നമ്മുടെ ഭരണകൂടത്തിനില്ലല്ലോ, ഒരാവലാതി ഇല്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഭരണകൂടത്തിനോട് ചോദിച്ചാൽ നിങ്ങൾ തോറ്റപ്പ പറയാന്ന്. തോൽക്കട്ടെ ജയിക്കട്ടെ, ആര് ജയിക്കട്ടെ തോൽക്കട്ടെ, ഫെയർ ആൻഡ് ട്രാൻസ്പെറന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഇവിടെ കമ്പ്യൂട്ടറുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. പണ്ടൊന്നും അതില്ല. ഇത് എഴുതി കണക്കൂട്ടി കളക്ടർ മറ്റേ ROന്റെ അടുത്ത് എത്തിച്ച് RO അത് കണക്കൂട്ടി ഇവർക്ക് എത്തിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും മാക്സിമം എന്നാൽ 2ാമത്തെ ദിവസം നമുക്ക് എല്ലാ വോട്ടിന്റെ കണക്കും കിട്ടും. ഇപ്പോൾ ഇല്ല, ഇപ്പോഴും കണക്കായിട്ടില്ല. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്നത് 13-14-ാം തീയതിയാണ്. വോട്ടിന്റെ കണക്ക് വന്നില്ല. കമ്പ്യൂട്ടറിൽ ഇത് കിട്ടാൻ എത്ര നേരം വേണം, എത്ര സമയം വേണം? വോട്ടിന്റെ ശതമാന കണക്ക് പുറത്തു വന്നിട്ടില്ല. ആകെ അവർ പറയുന്നൊരു കാര്യം എന്താണ്? ഈ വീട്ടിൽ പോയി വോട്ട് ജയിച്ച സീനിയർ സിറ്റിസന്റെ വോട്ടും അത് വന്നിട്ടില്ല. ശരിയായിരിക്കും, ആ വോട്ട് ഒഴിച്ച് ബാക്കിയൊക്കെ പബ്ലിഷ് ചെയ്തുവിടെ. സോറി, ആ വോട്ട് എത്രയുണ്ട് എന്നുള്ളത് ഇവരയിൽ കണക്കുണ്ടല്ലോ. അത് പോളിങ്ങിന് മുമ്പ് ചെയ്ത വോട്ടാണല്ലോ. ആ വോട്ടിന്റെ കണക്കില്ലേ? ഓരോ ബൂത്തിലും ഇത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ട്. എത്ര വോട്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ട്. ഈ പറഞ്ഞ പുറത്തു പോയി വോട്ട് ചെയ്യണ്ടേ. എന്നിട്ടും കമ്പ്യൂട്ടറിന് ഇത്രയും വലിയ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട്? അപ്പൊ ഇതിൽ കൃത്രിമമുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. റിസൾട്ട് പലതും ഹരിയാന അടക്കമുള്ള പല തെരഞ്ഞെടുപ്പുകളിലും റിസൾട്ട് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് നേരെ എതിരായി വന്നിട്ടുണ്ട് എന്ന വാദം നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്ത് അധികാരത്തിൽ ഇടപെട്ട് ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ സ്വയം അവരുടെ എന്താ പറയുക സമ്മതിദാനം എന്നല്ലേ നമ്മൾ പറയാം, അവരുടെ സമ്മതം അട്ടിമറിക്കുന്ന പ്രവൃത്തിയിലേക്ക്
ഈ കാലത്ത് എത്തിയിട്ടുണ്ടോ? വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പലർക്കും പരാതിയുണ്ട്. അതിൽ ചെയ്ത വോട്ടല്ല വരുന്നത്. നമ്മൾ ഇപ്പോൾ ഫോം 17, ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളോട് വേണ്ടി പറയാം, എല്ലാ ബൂത്തിലെയും ഫോം 17 ഉണ്ട്. ഫോം 17 എത്ര വോട്ട് അവിടെ ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് അവസാനം ടാലി ഇവരെ കാണിക്കണം. അത് ഫോം 17 എഴുതണം. ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ 100, 200, 300 ബൂത്ത് ഉണ്ടെങ്കിൽ എല്ലാ ബൂത്തിലെയും ഫോം 17 വെച്ച് ആ മണ്ഡലത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്കുണ്ടാവണം. ഓരോ ബൂത്തും എണ്ണുമ്പോൾ അവിടെ ഇപ്പോൾ ഒന്നാമത്തെ ബൂത്തിൽ 500 വോട്ടാണ് പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ യന്ത്രം തുറക്കുമ്പോൾ അത് 505, 600 അല്ലെങ്കിൽ 501 ആയിട്ടുണ്ടെങ്കിൽ പോലും ചോദ്യം ചെയ്യണം. 500 നിങ്ങളുടെ ഫോം 70, എങ്ങനെയാണ് 501 വന്നത്? തെരഞ്ഞെടുപ്പ് കേവലം രാഷ്ട്രീയ ആവേശമോ തർക്കമോ തല്ലോ അടിപിടിയോ ഒന്നുമല്ല. ഈ ഓരോ ബൂത്തിലും ടോട്ടൽ വോട്ട് പോൾ ചെയ്ത വോട്ട് എത്ര എന്ന കണക്ക് കൗണ്ടിങ് ഏജന്റുമാരുടെ കയ്യിലുണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ ബൂത്തിൻ്റെയും മെഷീൻ തുറക്കുമ്പോൾ ഇവിടെ ഇത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇത്ര വോട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വോട്ടിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാൻ പാടില്ല. മാറ്റം വന്നാൽ അതിനർത്ഥം അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നിന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉണ്ടാവൂ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമായി വളരെ വളരെ എന്താ പറയുക, സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അതൊന്നുകിൽ അവരുടെ കാര്യക്ഷമതക്കുറവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വ്യക്തികളുടെ കാര്യക്ഷമതയ്ക്ക് ഒരു കഥയില്ല. നമ്മുടെ കയ്യിൽ യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങൾക്ക് കാര്യക്ഷമത കുറവൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഇത് അറിഞ്ഞില്ല എങ്കിൽ ജനാധിപത്യം ധൂളിയായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.